ഞങ്ങൾ ഇന്നലെ മക്കളും അവരുടെ ഫ്രണ്ട്സും അമ്മമാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വെറുതെ ഞായറാഴ്ച ഒന്ന് പുറത്തേക്ക് ഒക്കെ ഒന്ന് ഒരു ഔട്ടിംഗ് എന്നുള്ള പോലെ പോയത്. അപ്പോൾ പുത്തമ്പള്ളിയുടെ ഭാഗത്താണ്. അപ്പോൾ നിറച്ചിങ്ങനെ നമ്മുടെ ക്രിസ്മസിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ് നിറച്ചത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ ഫുള്ളും പുത്തമ്പള്ളിയുടെ ഭാഗവും മാത്രമല്ല, തൃശ്ശൂരൊക്കെ നല്ല തിരക്കായിരുന്നു ഇന്നലെ. അപ്പോൾ അങ്ങനെ കുറേ കടകളിൽ ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാനും അലങ്കരിക്കാനുള്ളതൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സാധനങ്ങൾ, എന്ത് രസമാണെന്നറിയോ. അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ ഐറ്റംസ് വരെ ഉണ്ട്. നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോണട്ടെ അങ്ങനെ, അതുകൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. അങ്ങനെ ക്രിസ്മസ് പാപ്പ, പിന്നെ ക്രിസ്മസ് ട്രീ, അങ്ങനെ ഒക്കെ ആയിട്ട് കുറേ. ചില കടകളിലൊക്കെ പോയി വിലയൊക്കെ ചോദിച്ചപ്പോൾ അധികം റേറ്റൊന്നും പറയാനില്ല കേട്ടോ. നല്ല രസമുണ്ട്. ട്രീ ഒക്കെ ഇതൊക്കെ ഇപ്പം ഈ കാണിക്കണതൊക്കെ 7000 ആ റേഞ്ചിലുള്ളതൊക്കെ കേട്ടോ. അങ്ങനെ വില കൂടിയതും ഉണ്ട്, കുറഞ്ഞതൊക്കെ ആയിട്ടുണ്ട് പുത്തമ്പള്ളി ഭാഗത്ത്. അപ്പോൾ സമയമൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ എല്ലാവരൊക്കെ ഒന്ന് പോയി നോക്കുക. നല്ല രസമുണ്ട് ആ ഭാഗമൊക്കെ. അതിനുശേഷം ഞങ്ങൾ പുത്തമ്പള്ളിയിലേക്കൊക്കെ ഒന്ന് പോയി. അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി. ഇങ്ങനെ അവിടെ ഇങ്ങനെ നിറച്ച് മാലബൾബൊക്കെ ഇട്ടുണ്ട്. ഇത് എന്തുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതിപ്പോൾ എന്നും പുത്തമ്പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അങ്ങനെ കുറച്ച് നേരം. അതിനുശേഷം ഞങ്ങളിവിടെ നമ്മുടെ ബിനി ഉണ്ടല്ലോ, ബിനി ടൂറിസ്റ്റ് ഹോം. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ നല്ല ഭംഗിയാക്കി. അപ്പോൾ അവിടേക്കൊക്കെ പോയി. നല്ല ബ്ലോക്കായിരുന്നു. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തുമ്പള്ളിയുടെ അവിടെയൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഒരു വിധത്തിലൊക്കെ ഞങ്ങളിവിടേക്ക് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ. നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല ഒരു ആംബിയൻസ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പ്രത്യേകത തോന്നി എനിക്ക് അവിടെ. അപ്പോൾ അവിടെയൊക്കെ ഫുഡൊക്കെ കഴിച്ചു.